ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞതിന് ശേഷം ഇന്ന് റൂമൊക്കെ നന്നാക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പരിപാടി ഉണ്ട്, ഒരു കുടിയിരിക്കൽ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നതിന് ഒന്ന് അയൺ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ഡ്രസ്സ് വേണമെന്നുള്ള ഇങ്ങനെ തെരച്ചിലിൻ്റെ അവസാനം എത്തിപ്പെട്ടത് ഈ ഡ്രസ്സിലേക്കാണ് കേട്ടോ. അതൊരു ഗൗണ്, നമ്മൾ എനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത് ഏതോ ഒരു പെരുന്നാൾക്ക് എടുത്താൽ തോന്നുന്നു. അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല, 2-3 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, അധികം ഇട്ടിട്ടില്ല ഞാൻ. അപ്പോൾ അതൊന്ന് അയൺ ചെയ്ത് വെക്കാച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറി വന്നതാണ്. അപ്പോൾ ഇതൊരു ലൈറ്റ് വെയ്റ്റ് തുണിയാണ് കേട്ടോ, ഒരു വെയ്റ്റ്ലെസ് തുണിയാണ്. ഗൗണ് വലിയ വെയിറ്റ് ഒന്നുമില്ല. എൻ്റെ കയ്യിലുള്ള അധികം ഗൗണുകളൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്, വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ. ഇതിന് പിന്നെ അങ്ങനത്തെ ഹാൻഡ് വർക്കുകളൊന്നുമില്ല, അങ്ങനത്തെ പ്രിൻറ്റ് വർക്കാണ് വരുന്നത് കേട്ടോ. സ്ലീവ് വരുന്നത് അങ്ങനെ ഒരു ബലൂൺ ടൈപ്പ് പ്രിൻറ്റിലാണ് വരുന്നത്. സ്ലീവിൻ്റെ സെയിം തുണി തന്നെയാണ് ഷോളും വരുന്നത്. അതേപോലെ ഗൗണിൻ്റെ അടിഭാഗത്തും ഈ സെയിം തുണി തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു നോർമൽ ഗൗണ്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, കുട്ടികളൊക്കെ പറഞ്ഞേച്ച് നമ്മൾ ചായ പരിപാടിയും പിന്നെ ചെറിയ ജോലികളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ തീർന്ന ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ നമ്മൾ ചെയ്ത മേക്കപ്പ് ഒന്നും അങ്ങ് ഒലിച്ച് പോകാതിരിക്കാനുള്ള സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഫൗണ്ടേഷനും ഇതൊക്കെ ഇട്ടിട്ടുള്ളൂ. അത് ഇങ്ങനെ ഒലിച്ച് ഇറങ്ങിയാലൊരു വൃത്തികേടാണല്ലോ മുഖത്ത് നോക്കുമ്പോൾ. അപ്പോൾ അത് പോകാതിരിക്കാൻ സ്പ്രേ അടിച്ചതാണ്. ഓക്കെ, ഞാൻ ഈ ഗൗണിൻ്റെ അടിഭാഗം എങ്ങനെ കാണിക്കുന്നതാണ് ഇപ്പോൾ നോക്കുന്നത് കേട്ടോ. കഷ്ടപ്പെട്ട് നോക്കുന്നത്. ക്യാമറ കുറേ അടിയിലേക്ക് പിടിച്ച് നോക്കുന്നുണ്ട്, ക്യാമറ 2 സൈഡൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. ഗൗണിൻ്റെ അടിഭാഗം കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല, അടിഭാഗത്ത് കുറച്ച് വലിയൊരു ബോർഡർ തന്നെ പ്രിൻറ്റ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. സ്ലീവ് കണ്ടില്ല, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സ്ലീവ് ഇങ്ങനെ ബലൂൺ ടൈപ്പിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ സ്ലീവിൻ്റെ എഡ്ജിൽ എലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ നിന്ന് പോണത്. എൻ്റെ ഉപ്പയും ഉമ്മയും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുടിയിരിക്കൽ പരിപാടി പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കേട്ടോ. എൻ്റെ ഫ്രണ്ട് അറിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച്, നിഷാത്തിനെ അറിയാമല്ലോ, ഞാൻ ഇടയ്ക്ക് ബ്ലോഗിലൊക്കെ പരിചയപ്പെടുത്താറുണ്ട് നിഷാത്തിനെ. ഞങ്ങൾ ഒരുമിച്ച് 1ാം ക്ലാസ് തൊട്ടേ ഡിഗ്രി മുഴുവനും ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിട്ടുള്ളത്. എൻ്റെ പലത്തിങ്ങത്തെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവളെ വീട്ടിട്ടാ. ഞങ്ങൾ എന്നും കാണലും കളിക്കലും കളിക്കൂട്ടുകാരി തന്നെ പറയും. അപ്പോൾ അവളെ വീടിൻ്റെ കുടിയിരിക്കലാണ്. അവളെ കല്യാണം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുക്കാണ്. അപ്പോൾ അതിനാണ് പോകുന്നത്. ഇതിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോളേട്ടാ. അവളിപ്പോൾ അടുത്ത ആഴ്ച റഷ്യയിലേക്ക് പോകുന്നുണ്ട്. MBBS അപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുള്ളൂ ഞാൻ. അപ്പോൾ ജ്യേഷ്ഠത്തിൻ്റെ ഉപ്പുണ്ട്, ഉമ്മ ഉണ്ട്. ഞങ്ങളിങ്ങനെ പോണ വഴിക്കിൽ ഓരോ കാഴ്ചകളൊക്കെ പറഞ്ഞ് രസമായിട്ട് ഇങ്ങനെ പോകണ്ട. അപ്പോൾ അവളെ കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് തെന്നൽക്ക് ഞങ്ങൾ പണ്ട് അവളെ കല്യാണത്തിന് പോയത്, പിന്നെ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും വയ്യ അറിയില്ല കറക്റ്റ്. അപ്പോൾ ഞങ്ങൾ വയ്യ അങ്ങനെ ചോദിച്ച് പോയി കഴിഞ്ഞിട്ടാ. അപ്പോൾ തെന്നല ഭാഗമായതുകൊണ്ട് കുറേ ആ റൂട്ടിൽ ഞങ്ങൾക്കാരും എന്താ പറയുക, പരിചയക്കാരും ഇല്ലേനെ. അപ്പോൾ ആ റോഡൊന്നും വലിയ പരിചയമില്ല. ഏതായാലും അവിടെ എത്തിയിട്ടുണ്ട്. പുതിയ വീട് നിഷാത്ത് തട്ടാ. ഒരു സൈഡ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, കാരണം അവൾ ഭയങ്കര ബിസിയാണ് ഇപ്പം. അവളെ കൂടെ നിന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല കേട്ടോ, കാരണം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും, അവൾ വീട്ടുകാരില്ല, അവളെല്ലാവരും സ്വീകരിക്കുന്ന തിരക്കിലാണ് അവൾ. പിന്നെ മിറർ കണ്ടാൽ നമുക്ക് പിന്നെ ഒരു എന്താ പറയുക, ഒരു ഫോട്ടോ എടുക്കാഞ്ഞൊരു പൊറുതിയാണ്, ക്യാമറ ഒന്നും ഓണാക്കാഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുക്കുന്നതിന് കേട്ടോ. ഉമ്മയും ജ്യേഷ്ഠത്തെയും ഞാനും കൂടി ഫോട്ടോ എടുക്കുന്നതിന്. അപ്പോൾ അവൾക്ക് സിംഗിളായിട്ടൊരു ഫോട്ടോ വേണമെന്നുണ്ട്. അപ്പോൾ അവൾ സിംഗിൾ ഫോട്ടോ എടുത്ത്. പിന്നെ ഞങ്ങളിങ്ങനെ വീട് കാണാൻ ഇറക്കിയപ്പോൾ നേരെ കിച്ചണിൽ പോയിക്കപ്പോൾ പാല് കാച്ചിയതൊക്കെ അല്ലേ. അപ്പോൾ കുടുക്കിൽ പാലൊക്കെ ഉണ്ടാക്കിയിട്ട് കുടുക്ക തുറന്ന് നോക്കിയത് കേട്ടോ. കിച്ചണൊക്കെ സൂപ്പറായിട്ടുണ്ട്. നല്ല ബേബി പിങ്കിൽ കബോർഡിൻ്റെ കളർ കൊടുത്തിട്ടുള്ളത് ബേബി പിങ്കിലാണ്. പിന്നെ വൈറ്റ് ടൈൽസും, അങ്ങനെയാണ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ അവളെ എന്താ പറയുക, ഡബ്ബകളൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. നല്ല മറ്റേ നമ്മളെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡബ്ബ തന്നെയാണ്, വുഡിൻ്റെ ലിഡൊക്കെ ഉള്ള ആ ടൈപ്പാണ്. പിന്നെ സ്റ്റോർ റൂം പോയപ്പോൾ നിറയെ ബേക്കറികളും എല്ലാ സാധനങ്ങളും കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കലിൻ്റെ തലേന്നുള്ള പണികളാണ് ഇതൊക്കെ. പൊടികളും മറ്റും കുപ്പിയിലാക്കി പാത്രത്തിലാക്കി വെക്കുന്നത്, അതൊക്കെ എല്ലാം വൃത്തിക്കല ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വന്നവർ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ ഒരുപാടുണ്ട്. പിന്നെ ഞങ്ങൾ മേലേക്ക് കയറി, കാരണം താഴെ നല്ല റഷ് കേട്ടോ, നല്ല ആളുണ്ട്, തിരക്കുണ്ട്. ഞങ്ങൾ 1:30 സമയത്ത്, നല്ല കറക്റ്റ് സമയത്ത് ചെന്നത്. അപ്പോൾ നിറയെ ആളുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂട്. മുകളിൽ കയറി ഇങ്ങനെ ഓരോ റൂം നോക്കിയപ്പോൾ മുകളിൽ റൂം പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ സെറ്റാക്കിയിട്ടൊന്നുമില്ല. സാധനങ്ങളൊക്കെ കൊടുത്തിട്ടിരിക്കണത്, പാക്കറ്റുകളൊക്കെ ഇങ്ങനെ പെട്ടികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു റൂം കയറിയപ്പോൾ നല്ല ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഈ റൂമിൽ ആരും ഇല്ല. അപ്പോൾ ഞാൻ പറയും നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ, ഈ ഫാൻ്റെ ചുവട്ടേക്ക് നിൽക്കേനെന്ന് പറയുന്നു കേട്ടോ. എന്താണെന്ന് ഇപ്പോഴത്തെ വെയിൽ ഭയങ്കര ചൂടട്ട. വെയിൽ ഉച്ച സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്.
പിന്നെന്താ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത് തന്നെ എന്താ ബിരിയാണി, നെയ്ച്ചോറ്, പിന്നെന്താ ബ്രോസ്റ്റ്, നല്ല ചൂടുള്ള മൊരിഞ്ഞ ബ്രോസ്റ്റ് ഉണ്ടായിട്ടാണ്. 2-3 പീസ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അങ്ങനെ എല്ലാം കഴിച്ച് ഇങ്ങനെ അപ്പുറത്തും നോക്കി അവരത് കഴിഞ്ഞിങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ ഓക്കെ, അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പ്രിയപ്പെട്ട ജീരക മുട്ടായി എടുക്കാൻ പോയതാട്ടോ. ഞാൻ കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി മധുരമുള്ള ജീരക മുട്ടായിട്ടാണ്. ഞാനതെടുത്ത് കഴിക്കും. ഇവിടെ ചെന്നാലും ചിലപ്പോൾ ഒരു ബോട്ടിലൊക്കെ വാങ്ങിക്കും ചെയ്തിട്ട് പുറത്തുനിന്നൊക്കെ കഴിക്കാം. പിന്നെ നമ്മളത് ഡംപ്ലിംഗ് മിക്സ് തന്നെ എല്ലാവരും പറയൽ, വേറെ എന്തൊരു പേരും കൊണ്ട് മതി. അതും 1-2 കഴിച്ച് പിന്നെ അവളോട് യാത്രയൊക്കെ പറഞ്ഞ് പോന്നു. തിരിച്ച് പോന്നപ്പോൾ എല്ലാവരും ഒരു വൈക്ക് കഴിക്കണ ചൂടത്ത് കണ്ട് ബിരിയാണി കഴിച്ചപ്പോൾ എല്ലാവർക്കും ക്ഷീണം പറ്റി കേട്ടോ. കണ്ടില്ല, എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോള് ഫിനു അവളൊക്കെ ആകെ ക്ഷീണിച്ച്. പോണ സമയത്ത് അവൾ ഇങ്ങനെയല്ലേ, ഇന്ന് വരുമ്പോൾ ആകെ ഓപ്പോസിറ്റ് ആയിക്കണം. ഇപ്പോൾ വീടെത്തിയാൽ മതി എന്നുള്ള അവസ്ഥ ആയിക്കണം എല്ലാവർക്കും. പിന്നെ ഞങ്ങൾ നേരെ പോയത് ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ കേട്ടോ. എൻ്റെ വീട്ടിൽ പോയിട്ടില്ല, നേരെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്ക് പോയത്. അവരെ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ, ജ്യേഷ്ഠത്തിൻ്റെ മോളെയും. അപ്പോൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ബടായ കടിച്ചിങ്ങനെ ഇരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് നല്ലൊരു ചായയും പലഹാരമൊക്കെ തിന്നും. അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് പിന്നെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. എൻ്റെ മക്കളുടെ വന്നിട്ടുണ്ടാവും സ്കൂൾ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ അവരെത്തുന്നതിൻ്റെ ഇടയ്ക്ക് തിരിച്ചെത്തണം വിചാരിച്ചാണ്, പക്ഷേ എത്തും തോന്നുന്നില്ല. അപ്പോൾ തന്നെ സമയം കുറേ ലേറ്റ് ആയിക്കുന്നു. ജ്യേഷ്ഠത്തിൻ്റെ വീടിൻ്റെ റിവ്യൂ ഒക്കെ നാളെ ഏതൊരു സമയത്ത് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഏതൊരു വ്ളോഗിൽ പെട്ടിട്ടുണ്ട്. അപ്പം ഇനി വീണ്ടും കണ്ടിന്യൂസ് ആയി എടുക്കേണ്ട ആവശ്യമില്ല. ജ്യേഷ്ഠത്തിൻ്റെ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മുറ്റാണ് കേട്ടോ. മുറ്റത്തെ ഈ പൂക്കളും ചെടികളും ഒക്കെ ഒരു ചെടി പ്രാന്തത്തിയേനു കേട്ടോ. അവൾ ഒരുപാട് ചെടികളുണ്ട്. ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കി. ഒന്നുമേലും പൂക്കൾ ഉണ്ടാകണില്ല എന്നാണ് കാരണം എല്ലാം ഒഴിവാക്കിയിട്ടാണ്. അവൾ ചെടി വെച്ചാൽ പോരാ, അവൾക്ക് പൂക്കൾ ഉണ്ടാകണം. അപ്പോൾ ലാസ്റ്റ് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ ഇത് മാത്രമെന്ന് പറഞ്ഞു. നമ്മൾ എന്താണ് തെച്ചിപ്പൂവ് അല്ലേ, തെച്ചിപ്പൂവ് തന്നെ തോന്നുന്നു ഇതിൻ്റെ പേര്. പല കളറിലെ തെച്ചികൾ, അതിമ മാത്രം നല്ല ഉണ്ട ഫ്ലവർ ഉണ്ടാകുന്നു. വേറെ ലിമൊന്നും ഉണ്ടാകുന്നില്ല. ഞങ്ങൾ വേറെ ഒക്കെ ഒഴിവാക്കി കിട്ടപ്പോൾ അങ്ങനെ തെച്ചി പഴയ മോഡലാണെങ്കിലും സംഭവം പൂക്കൾ വിരിഞ്ഞ് നിന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടുന്ന് നേരെ പോന്നു. ഇപ്പാക്ക് ഇന്നയും കൂടി ഇറക്കി തരാനുണ്ട്. ഭയങ്കര വന്നിട്ട് ഇന്നയും കൂടി ഇറക്കി തരാനുണ്ട്. എന്നിട്ട് അവർ വീട്ടിൽ പോകണം കേട്ടോ. കുട്ടികളുണ്ടാവുമ്പോൾ എന്നെ നോക്കി കാത്തിരിക്കണം. അവിടെ അമ്മ ഉണ്ട്, എന്നാലും അവർക്ക് ഞാൻ എത്തേണ്ടി വരും. ഡോണട്ടോ ഇപ്പോൾ കുറേ പണിയുണ്ട്. ചായ മതിയാ? അടിപൊളി ചായ. പാൻകേക്കോ? ബ്രെഡും ചായയും പോരെ? എന്നാ പാൻകേക്ക് അല്ല, ഡോണ്ട് വേറെ ദിവസം ഉണ്ടാക്കില്ല. അതാണ് മമ്മ. ഓക്കെ അല്ലേ? ഇപ്പൊ ഡോണ്ട് ഇപ്പൊ ഇനി 2 ആഴ്ച ചോദിച്ചെടുത്തിട്ടാ. ആ ഒരു ദിവസം ഉണ്ടാക്കി തരണ്ട്. ഡോണ്ട് വേറെ ദിവസം ഉണ്ടാക്കി 2 ദിവസം കഴിഞ്ഞാൽ ഉണ്ടാക്കി തരില്ല. ഇന്ന് പാൻ കേക്ക് ഉണ്ടാക്കി തരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആലോചിച്ചാൽ. നമ്മുടെ ചായ കുടിച്ചൊക്കെ ടേസ്റ്റ് ഉണ്ടത്? ചൂടുണ്ടാ? പറഞ്ഞത് ചൂട്. ആരാ ഹെൽപ്പ് ചെയ്തരാ? തനിക്ക് പണിയാവോ? ഓക്കെ, സെറ്റ്. കുഞ്ചുനെന്താണ് പാൻ കേക്ക്? എൻ്റെ മൈദ കളഞ്ഞ ഒരു ഗ്ലാസ് മറ്റേ ഒരു കപ്പിലാണ് കപ്പ്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലാണ് മൈദ. അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ 1/2 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചിട്ടാണ് ഇടാ, പൊടിക്കാതെ കളഞ്ഞ. അപ്പോൾ പൊടിക്കാതെ. പിന്നെ ഇത് ഈ പഞ്ചസാരൻ്റെ ഇതിൻ്റെ ഒക്കെ ഗ്ലാസിൻ്റെ 1/4 കപ്പ് ഗ്ലാസ് എന്നിട്ട് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി. പഞ്ചസാരയുടെ ക്യാമറ പിടിക്കും പാൽപ്പൊടി ഏകദേശം 2 ടേബിൾ സ്പൂണ് എന്നിട്ട് 1/4 ഗ്ലാസ് പാൽപ്പൊടി ഇട്ടാൽ. നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ഏകദേശം എത്ര, ഒരു 1/2 സ്പൂണാണ്, ടേബിൾ സ്പൂണല്ല കേട്ടോ. നമുക്കിലേക്ക് ഒരു തിക്ക് ബേക്കറാണ്, നമ്മൾ ഇതിലേക്കൊക്കെ കഴിക്കുന്ന പോലെ. അതിനാവശ്യത്തിനുള്ള പാല്, ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പകുതി പോലെ കേട്ടോ, പകുതി ഇറക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം. കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഏകദേശം ഇളക്കിക്കാൻ എനിക്കെടുത്തറിയാം.
ബാക്കി പാലും കൂടി വെച്ചാൽ ആരൊക്കെ ചെയ്യണ്ടേ? ആരൊക്കെ ചെയ്യണ്ടേ? റൗണ്ട് ചെയ്യാം കുറച്ചും കൂടി പാല്. അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് പാല് മൈദൻ്റെ അതേ അളവിൽ പാല്, മൈദൻ്റെ അതേ അളവിൽ പാലെടുക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ പാൻ കേക്കിൻ്റെ ബാറ്റർ. നമുക്ക് ചുട്ടെടുക്കാം. ആളുകൾ കൂടിയുണ്ട്, 3 ആളും കൂടി ഒക്കെ ഉണ്ട്. വർക്കത്താണ് എല്ലാവരും കയ്യും. അവസാനം മാവുണ്ടാവൂലേ? കളയലട്ടാ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് മൈദയും കൂടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. കാരണം ഇവരെ 3 ആളും കൂടി ഇളക്കിയപ്പോൾ ലൂസ് ആയതുകൊണ്ട് വല്ലാതെ ലൂസായി പോകുന്നു. അപ്പോൾ 1 ഗ്ലാസും 1 ടേബിൾ സ്പൂണ് മൈദ കേട്ടോ. മൈദൻ്റെ കണക്ക് ബാക്കിയുള്ള കറക്റ്റ് തന്നെയാണ്. നമുക്ക് ചുട്ടെടുക്കാം. പത്തിരി ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക. അതിന് നല്ലൊരു ഇതെടുത്തണം. ചെറുത് മതിയോ വലുത് വേണം? വലുത്. 1 6 പോകുന്നുള്ളൂ. റിസ്ക്കാണല്ലേ? ഒന്ന് പോകും. കുറച്ചും കൂടി അടുപ്പിച്ച് വയ്ക്കും. സൂപ്പർ സെറ്റില് വേണ്ട. ബ്രെഡൊക്കെ എടുത്തു. ഉണ്ട് മാവുണ്ട്. സ്മൂത്ത് നമുക്ക് ഇതിൽ സ്പ്രെഡ് ചെയ്യാനുണ്ട്. ന്യൂട്ടലിൻ്റെയും സ്പ്രെഡ് ചെയ്യട്ടോ. ഇത് വേറെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ലോട്ടസിൻ്റെ കളത്തിയത് സ്പൂണിൽ തോണ്ടി കൈ ഒടിക്കണ്ട. ഓ മിഷൻ കംപ്ലീറ്റ്. ഞാൻ അടുത്ത് വയ്ക്കണ്ട. ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ നമ്മള് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യണ പോലെ തന്നെ എടുക്കലട്ടാ. എടുക്കാനായിട്ടില്ല. അങ്ങനൊന്നുമില്ല. ഓരോരുത്തർക്ക് ഈക്വൽ ആക്കട്ടെ.